ഹായ് ഗായ്സ്, വെൽക്കം ടു ഷഹർബാൻ ഡയറീസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വിശേഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോന് ഇപ്പോൾ 10 വയസ്സാവുകയാണ്. മോൻ്റെ പേര് ഇസാൻ എന്നാണ്. അപ്പോൾ നമ്മൾ പാരൻസ് മക്കൾക്ക് കുറേ ഗിഫ്റ്റുകൾ കൊടുക്കും 10th ബർത്ത്ഡേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് എൻ്റെ മോന് ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ മോനുള്ള 10th ബർത്ത്ഡേക്ക് ഒരു ലെറ്ററാണ് എഴുതിയിട്ടുള്ളത്. ഞാനത് വായിക്കാം. മൈ ഡിയർ സൺ, ഹാപ്പി 10th ബർത്ത്ഡേ മൈ ലവ്. Today you turn 10 and my heart is full of memories, pride and gratitude. നീ ജനിച്ച ഉടൻ ആദ്യമായി നിന്നെ എൻ്റെ കൈകളിൽ എടുത്ത നിമിഷം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീ നേരെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചതുപോലെ തോന്നി. അത് എൻ്റെ ഭ്രമമായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ഓർമ്മയായിരുന്നു. നീ ജനിച്ച ദിവസം എൻ്റെ ലോകം കൂടുതൽ പ്രകാശമുള്ളതായും എൻ്റെ ഹൃദയം കൂടുതൽ വലുതായും മാറി. നീ മാത്രം വളർന്നില്ല, നീ എന്നെയും വളരാൻ പഠിപ്പിച്ചു. ആദ്യകാലം മുതൽ നീ ചിരിച്ചും സന്തോഷവാനുമായുള്ള കുഞ്ഞായിരുന്നു. ഇന്ന് നീ സന്തോഷമുള്ള, ബുദ്ധിമാനും കരുണയുള്ള ഒരു ബാലനായി വളർന്നു. നിനക്കുള്ള നല്ല ഗുണങ്ങൾ എണ്ണി തീർക്കാനാവില്ല. നിന്നെക്കുറിച്ച് എനിക്ക് എപ്പോഴും അഭിമാനമുണ്ട്, വാക്കുകൾക്കതീതമായി. നിനക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു ഗുണം എല്ലാ പ്രായക്കാരുമായും എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. അത് ഒരു വലിയ അനുഗ്രഹമാണ്. എന്നെ നീ കരുതുന്ന രീതി എൻ്റെ ഹൃദയം സ്പർശിക്കുന്നു. ഞാൻ കരഞ്ഞാൽ നീയും കരയുന്നു. അതാണ് നിന്റെ വലിയ സ്നേഹമുള്ള ഹൃദയം. നീ എനിക്ക് കൊടുത്ത ചെറിയ ചെറിയ സമ്മാനങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഹൃദയമുരുകുന്നു. നീ കണ്ടെടുത്ത ചെറിയ പൂക്കൾ, നീ എഴുതി തന്ന സ്നേഹക്കുറിപ്പുകൾ, യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നിമിഷങ്ങൾ, എവിടെയെങ്കിലും ഹൃദയത്തിൻ്റെ ആകൃതി കണ്ടാൽ ദിസ് ഈസ് ഫോർ യു മൈ ലവ് എന്ന് പറഞ്ഞു തരുന്ന സമ്മാനങ്ങൾ. നിനക്കിത് ചെറിയ കാര്യങ്ങളായി തോന്നിയേക്കാം, പക്ഷേ എനിക്കവ ഒരിക്കലും ചെറുതായിരുന്നില്ല. ആ നിമിഷങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അവയാണ് എൻ്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത നിധികൾ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്കിടയിൽ, പ്രത്യേകിച്ച് വിവാഹമോചനത്തിൻ്റെയും പിന്നീട് വന്ന മാറ്റങ്ങളുടെയും സമയത്ത് എന്നെ പിന്തുണച്ചതിന് നന്ദി. എൻ്റെ മകനെ, നീ വളരെ ചെറുപ്പമായിരുന്നെങ്കിലും വളരെ ശക്തനായിരുന്നു. നിനക്ക് അതെല്ലാം അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ നീ അതിനെ എത്ര ധൈര്യത്തോടെ നേരിട്ടുവെന്ന് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു. ഞാൻ അറിയുന്ന ഏറ്റവും ശക്തനായ കുട്ടികളിൽ ഒരാളാണ് നീ. നിന്റെ ആത്മവിശ്വാസം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിന്റെ പുതിയ ചാനലിന് 10 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ നീ ആഘോഷിക്കുമെന്ന് പറഞ്ഞത് ഓർക്കുമ്പോൾ ഇന്നും ഞാൻ ചിരിക്കും. ആ ആത്മവിശ്വാസം നിന്നെ ദൂരെ എത്തിക്കും. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പലപ്പോഴും പറയുന്നു, നിന്റെ മകൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനുമില്ല. ഒരു 10 വയസ്സുകാരൻ അമ്മയെ കരുതുന്നു എന്നത് എത്ര വലിയ കാര്യമാണല്ലോ. ഞാൻ അതീവ അനുഗ്രഹീതയാണ്. അൽഹംദുലില്ലാഹ്. നിന്നെ കരുതാനും നിനക്ക് വേണ്ടതെല്ലാം നൽകാനും ഞാൻ എപ്പോഴും എൻ്റെ മികച്ചത് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് നീ എപ്പോഴും ഓർക്കണം. നീ എത്ര വളർന്നാലും, എത്ര ദൂരെ ആയാലും, എത്ര വയസ്സായാലും എൻ്റെ കരങ്ങളിൽ നിനക്ക് എപ്പോഴും ഒരു സ്ഥാനമുണ്ടാകും. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും ഒരു വീടുണ്ടാകും. നിന്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും. ഞാൻ നിന്റെ താങ്ങും തണലുമായിരിക്കും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ആകാശത്തെത്തും വരെ ഉയർന്നു പറക്കൂ എൻ്റെ മകനെ. നിന്റെ സ്വപ്നങ്ങൾ എന്തായാലും അവയ്ക്കായി ദിവസവും പരിശ്രമിക്കൂ. മനസ്സും ശ്രമവും ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. ജീവിതത്തിൽ വളർച്ചയും താഴ്ചയും ഉണ്ടാകും. ചിലപ്പോൾ നീ പരാജയപ്പെടും, വീണ്ടും ശ്രമിക്കും, വീണ്ടും മെച്ചപ്പെടും. അതാ ശരിയാണ്. ജീവിതം സന്തോഷം മാത്രമല്ല, എല്ലാം ചേർന്നതാണ്. പ്രയാസങ്ങൾ അതിജീവിച്ചാൽ സന്തോഷം കൂടുതൽ മധുരമാകും. അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. നീ എപ്പോഴും ചെയ്യുന്ന പോലെ സ്നേഹം പകരുക, കരുണയോടെ ഇരിക്കുക, നീയായിരിക്കുക. പൂർണ്ണത വേണ്ട സ്നേഹിക്കപ്പെടാൻ. നീയായതിൽ തന്നെ നീ സ്നേഹിക്കപ്പെടുന്നു. നിനക്ക് തന്നെ സംശയം തോന്നുന്ന ദിവസങ്ങളിൽ പോലും ഞാൻ ഒരിക്കലും നിന്നെക്കുറിച്ച് സംശയിക്കില്ല. ഞാൻ പഠിക്കുമ്പോൾ നിന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയ സമയം ഞാൻ ഓർക്കുന്നു. പുതിയ രാജ്യം, പുതിയ ഭാഷ, തണുത്ത കാലാവസ്ഥ, പുതിയ ആളുകൾ, വലിയ മാറ്റമായിരുന്നു. നീ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നീ എല്ലാം അത്ഭുതകരമായി കൈകാര്യം ചെയ്തു. നീ ധൈര്യശാലിയും കഴിവുള്ളവനുമാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരിക്കൽ നീ വലുതായി ഈ കത്ത് വീണ്ടും വായിക്കുമ്പോൾ
10 വയസ്സിൽ തന്നെ നീ എത്ര പ്രത്യേകതയാളായിരുന്നുവെന്ന് നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ദിവസം നീ എന്നെക്കാളും ഉയരവും ശക്തിയും ഉള്ളവനായി നിന്റെ സ്വന്തം വഴി കണ്ടെത്തും. പക്ഷേ എനിക്ക് നീ എപ്പോഴും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ച് ആ കുഞ്ഞായിരിക്കും. എന്നെ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാക്കിയ കുഞ്ഞ്. നിനക്കായി ഒരു ആശംസ മാത്രം ചോദിക്കാമെങ്കിൽ ഞാൻ കാണുന്ന പോലെ നീ നിന്നെ തന്നെ കാണണം. കരുണയുള്ള, ധൈര്യമുള്ള, പ്രകാശമുള്ള ഒരാളായി. അല്ലാഹ് എപ്പോഴും നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ. നിനക്ക് ശരിയായ വഴി കാണിച്ചു തരട്ടെ. നിന്റെ ജീവിതം സ്നേഹവും വിജയവും കൊണ്ട് നിറയട്ടെ. Happy 10th birthday, my little champion. I love you more than you will ever know. With love, your mom. Thanks for watching, guys.